such a morning talk program. Obviously, first of all, വളരെ ഗ്രേറ്റ്ഫുൾ ആണ് ഇത്തരമൊരു ഓപ്പർച്യൂണിറ്റി. എസ്പെഷ്യലി നമ്മൾ ആസ്പിറന്റ് ട്രെയിനേഴ്സിന് ഇങ്ങനെ മീറ്റ് ചെയ്യാനും നമുക്ക് റിഫ്രഷ് ചെയ്യാനും പ്രാക്ടീസ് ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി സീഡ് നൽകിയത്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് സേ ഞാൻ I have been couple of times with Seed International as a participant in their training programs. I would simply say that, Seed is where quality meets affordability and credibility. Compared to other, many other ventures. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ്, വളരെ ക്വാളിറ്റിയോടുകൂടി, എസ്പെഷ്യലി നമ്മുടെ ഇവിടുത്തെ ലൊക്കാലിറ്റി ആളുകൾക്ക് ട്രെയിനിങ് നൽകുന്ന ഒരു സംവിധാനം. സോ വി വുഡ് ലൈക്ക് ടു സപ്പോർട്ട് ആസ് വെൽ. എനിവേ, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇതിൽ ഇങ്ങനെ ഒരു ഡേറ്റ് കമ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള, അതുപോലെ തന്നെ നമ്മുടെ പ്രത്യേകിച്ചും ട്രെയിനേഴ്സിന് നമ്മുടെ പേഴ്സണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ ലൈഫിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഡെലിവറി ചെയ്യണം എന്നുള്ള ഒരു തോട്ട്. അങ്ങനെയാണ് റീസെൻ്റ്ലി ഞാൻ കൂടുതലായിട്ട് റിസർച്ച് നടത്തിയ, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഞാൻ കൂടുതൽ പ്രസന്റ് ചെയ്യാൻ ചെയ്യേണ്ടി വന്ന ഒരു ടോപ്പിക്ക്, അത് നമ്മുടെ ഒരു ട്രെയിനേഴ്സ്, നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രസന്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ലീഡിങ് ബൈ കണക്റ്റിംഗ്, ദാറ്റ്സ് മൈ ടോപ്പിക്. ലീഡിങ് ബൈ കണക്റ്റിംഗ്. നമ്മൾ ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ഹൂവർ മേ ബി, ട്രെയിനേഴ്സിന് സ്പീക്കേഴ്സിന് ഇത് മാത്രമല്ല, നമ്മുടെ സോഷ്യൽ ലൈഫിൽ, നമ്മൾ ഡെയിലി ലൈഫിൽ വളരെ ഇംപ്ലിക്കേഷൻ ഉള്ള ചില ഫൈൻഡിങ്സ്, ഒരു റീസെൻ്റ് ആയിട്ടുള്ള ന്യൂറോ സയൻസിൽ ഉള്ള ചില ഡെവലപ്മെൻറ്റുകൾ, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകൾ, ന്യൂറോ സയൻറ്റിസ്റ്റുകൾ ഇവിടെ ചില ഫൈൻഡിങ്സ്, അവരുടെ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില ഫൈൻഡിങ്സ്, അതിലെ ചില ഫാക്ടേഴ്സ് വളരെ നമ്മുടെ സോഷ്യൽ ഡെയിലി ലൈഫിലും അതുപോലെ തന്നെ ഇൻട്രാപേഴ്സണൽ ആസ് വെൽ ആസ് ഇന്റർപേഴ്സണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിലും വലിയ ഇമ്പാക്റ്റ് ഉള്ള ചില ഫൈൻഡിങ്സുകൾ. ഒരു കാര്യമാണ് അൺലോക്കിംഗ് ദ ന്യൂറോ സയൻസ് ഓഫ് റാപ്പോർട്ട് എന്ന ഒരു ടാഗ് ലൈൻ, ഒരു അണ്ടർലൈൻ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ലീഡിങ് ബൈ കണക്റ്റിംഗ്. മോസ്റ്റ് ഓഫ് എന്തായാലും നമ്മൾ കൂടുതൽ ട്രെയിനേഴ്സ് ആയിരിക്കും. ബിക്കോസ് നമ്മൾ ട്രെയിനേഴ്സ് എപ്പോഴും ഗെറ്റിംഗ് കണക്റ്റഡ് വിത്ത് ദ ഓഡിയൻസ് മാറ്റേഴ്സ്. എപ്പോഴും ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ആ ഒരു റാപ്പോർട്ട് ഉണ്ടാക്കുന്നതാണ് വലിയൊരു ടാസ്ക്. അത് തന്നെയാണ്. അതാണ് ഇഫ് യു ക്യാൻ കണക്ട് വിത്ത് ഓഡിയൻസ്, ഹാഫ് ഓഫ് ദ ട്രെയിനിങ് ദ പർപ്പസ് ആസ് ഡൺ എന്ന് പറയാവുന്ന പോലെ, നമുക്കത് അതിൻ്റെ ആ ഒരു റാപ്പോർട്ട് ഉണ്ടാക്കുന്നതനുസരിച്ചാണ് പിന്നീട് അങ്ങോട്ട് ഓഡിയൻസിന്റെ റെസ്പോൺസും നമ്മൾ പറയുന്ന നമ്മുടെ മെസ്സേജ് അവർക്ക് കൺവേ ചെയ്യുന്നതൊക്കെ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ഒരു കണക്ഷനും ഒരു റാപ്പോർട്ടിനും ഉണ്ടാക്കുന്നതിൽ ഒരു സ്പീക്കർ അല്ലെങ്കിൽ ഒരു ട്രെയിനർ ഫെയിൽ ചെയ്താൽ പിന്നീട് അങ്ങോട്ട് നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ ഡെലിവറി സ്റ്റൈലൊന്നും ഡസൻറ്റ് മാറ്റർ. എനിവേ, പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ ട്രെയിനിങ് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് ആർട്ടിക്കുലേറ്റിംഗ് നമ്മുടെ ഒരു ആർട്ടിക്കുലേഷനോ നമ്മുടെ പ്രസന്റേഷൻ സ്റ്റൈലോ മാത്രമല്ല, ഓഡിയൻസുമായി എത്രത്തോളം പേഴ്സണലി കണക്ട് ആവുന്നു എന്നതിനനുസരിച്ചായിരിക്കും ദേ ക്യാൻ റിസീവ്. അതാണ് അതിൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ചില ഫൈൻഡിങ്സ്, ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നു അറിയുന്നതും. ഇൻ അവർ ചൈൽഡ്ഹുഡ് നമുക്കറിയാം ഇന്റലിജൻസ് എന്നുള്ളത് എപ്പോഴും IQ, നമ്മൾ റീസെന്റ് ഇപ്പൊ കൂടുതലായിട്ട് കേൾക്കുന്നതാണ് IQ. ഇന്റലിജൻസ് എപ്പോഴും എല്ലാവരും വേണം, എവരിബഡി വാണ്ട് ടു ബി ഇന്റലിജന്റ്, അറ്റ്ലീസ്റ്റ് ടു ബി പ്രിട്ടൻഡ് ടു ബി ഇന്റലിജന്റ് എന്നതാണ്. പക്ഷെ നമ്മുടെ ചൈൽഡ്ഹുഡ്, നമ്മുടെ ഏർലി ടൈംസിൽ എപ്പോഴും ഇന്റലിജൻസ് വാസ് മെഷേർഡ് ബേസ്ഡ് ഓൺ കോമൺ സെൻസ്. സിംപ്ലി കോമൺ സെൻസ് നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സമയത്ത്, സ്കൂൾ എഡ്യൂക്കേഷൻ സമയത്ത് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ കോമൺ സെൻസ് ഉള്ള ആളുകൾ ഇന്റലിജന്റ് ആണ്. പിന്നീട് നമ്മൾ IQ ടെസ്റ്റ് ഒക്കെ കേൾക്കാൻ തുടങ്ങി, ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്റലിജന്റിനെ
എന്താണ് ന്യൂമറിക്കൽ നമ്പറിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് ഹീസ് മോർ ഇന്റലിജന്റ്, ഹീസ് നോട്ട് ദാറ്റ് മച്ച്, സോ ദാറ്റ് ഹി ക്യാൻ ഗോ ടു ദിസ് കോഴ്സ്. ഓക്കെ, അതിൻ്റെതായിട്ടുള്ള ഒരു റിലവൻസ് ഉണ്ട്. കാരണം ചില എന്താണ് ചില വിഷയങ്ങൾ പഠിക്കാൻ ചില ഇന്റലിജന്റ് ക്വാളിറ്റി കഴിവുകൾ ഒക്കെ ആവശ്യമാണ്. അത് അർത്ഥത്തിൽ പക്ഷെ അതൊരു വലിയ എന്താണ് ഇറ്റ് വാസ് സെലിബ്രേറ്റഡ് ലോട്ട് അല്ലെ, വലിയ അതല്ലാത്ത ഐക്യു കൂടുതലുള്ള ആളുകൾ അല്ലാത്തവർ നത്തിങ് ഫോർ ഗുഡ് എന്ന പോലെ. എന്നാൽ അതല്ല, അത് പിന്നീട് അത് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഴയ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പിന്നീടാണ് അതല്ല മൾട്ടിപ്പിൾ ഇന്റലിജന്റ് എന്ന കോൺസെപ്റ്റാണ് ഇപ്പം നമ്മൾ ഇന്നത്തെ എഡ്യൂക്കേഷനിലൊക്കെ നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന റിയാലിറ്റി. കാരണം ഓരോ മനുഷ്യനും വളരെ വ്യത്യസ്തമായിട്ടുള്ള വൈവിധ്യമായ കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആളുകൾക്ക് ചില ലോജിക്കൽ, അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക്, കൾച്ചറൽ, നാച്ചുറലിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 9 ടൈപ്സ് ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ എപ്പോഴും കേൾക്കുന്നതാണ്. അതിനിടയ്ക്ക് ചില നമുക്ക് കൂടുതൽ ഇമോഷണൽ കോഷ്യന്റ്, ഇമോഷണൽ ഇന്റലിജൻസ് വെരി പവർഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ബ്രെയിനിന്റെ ഏറ്റവും മനുഷ്യന്റെ ഏറ്റവും ക്രിയേറ്റിവിറ്റിയുടെ ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും ഏറ്റവും കൂടുതലുള്ള ആളുകളുടെ അതേ ഇന്റലിജൻസ് ടൈപ്പിനെ പിന്നെ പഠിച്ചുകൊണ്ട് ഇമോഷണൽ ഇന്റലിജന്റ്, അതുപോലെ ഇമോഷണൽ കോഷ്യന്റ് എന്നൊക്കെ പറയും. അത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മനുഷ്യന്റെ പ്രൊഡക്ടിവിറ്റിയും ഇന്നോവേഷനും ഏറ്റവും കൂടുതലുള്ള, ക്രിയേറ്റിവിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ബ്രെയിനിന്റെ ഒരു സവിശേഷതയായിട്ട് മനസ്സിലാക്കി. അതിൻ്റെയൊക്കെ ശേഷമാണ് ഇപ്പൊ റീസെന്റ് ആണ് സോഷ്യൽ ഇന്റലിജൻസ്, കൾച്ചറൽ കോഷ്യന്റ് എന്നും അതിനെ കുറിച്ച് പറയുന്നത്. കൾച്ചറൽ കോഷ്യന്റ്, സോഷ്യൽ ഇന്റലിജൻസും മനുഷ്യന്റെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മുടെ വളരെ വളരെ എന്താണ് ഇന്റർലിങ്ക്ഡ് ആയിട്ടുള്ള ഒരു പ്ലൂറൽ സൊസൈറ്റി, അതുപോലെ ഗ്ലോബൽ സൊസൈറ്റി, ഹൈപ്പർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ സോഷ്യൽ ഇന്റലിജൻസ് ആസ്പെക്റ്റിന് വളരെയധികം പ്രാധാന്യം. എൻ്റെ ഇന്നത്തെ ഒരു ടോക്ക് അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഇന്റലിജൻസ് എന്നൊരു ആസ്പെക്റ്റിൽ അത് എങ്ങനെ നമ്മുടെ ഇൻട്രാപേഴ്സണൽ, അതുപോലെ തന്നെ പേഴ്സണൽ ആസ് വെൽ ആസ് പ്രൊഫഷണൽ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന ഒരു പോയിന്റാണ് ഹൈലൈറ്റ് ചെയ്യാൻ പ്രസന്റ് ചെയ്യുന്നത്. ഇന്ന് നമുക്കറിയാം, ഇപ്പം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റുകളൊക്കെ ഒരു ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം പറയുന്നുണ്ടല്ലോ. നമ്മളിൽ അധിക ആളുകളും നമ്മൾ സയൻസ്, അതുപോലെ തന്നെ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. കാരണം ഇതിൽ എപ്പോഴും ഒരു സോഷ്യൽ ഇന്റലിജൻസ് ഇസ് നോട്ട് സപ്പോസ് ടു മിസ് ഫോർ എനിബഡി. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം ഒരു സയൻസ്, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചോളം he may not be much aware about the social things, or it was as if he considered it is not my subject. അതുപോലെ മെഡിക്കൽ എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ പിന്നെ സോഷ്യൽ, അതുപോലെ ഹ്യൂമാനിറ്റീസ് ആളുകൾ അതുമായി ബന്ധപ്പെട്ട് they might be not bothering about other subjects. പക്ഷെ ഈ ഇന്റഗ്രേഷൻ ഇന്ന് എഡ്യൂക്കേഷനിസ്റ്റുകൾ കൂടുതൽ പറയുന്നത് എന്താണ്, ഒരു മാനേജ്മെന്റ് സ്റ്റുഡന്റിനും, അതുപോലെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ്, അതുപോലെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ്, whatever may be, everybody should have minimum level of social intelligence എന്ന ഒരു കോൺസെപ്റ്റിലേക്ക്, എല്ലാവർക്കും ഒരു സോഷ്യൽ അവയർനെസ്, സോഷ്യൽ മസ്റ്റ് ആണ് എന്ന ആ ഒരു ഇന്റഗ്രേഷനിൽ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ഇതുകൂടി പഠിക്കാനുള്ള ചോയ്സ്, അറ്റ്ലീസ്റ്റ് ചോയ്സ്, അതുപോലെ തന്നെ ചോയ്സ് മാത്രമല്ല, മിനിമം കമ്പൾസറി ആയിട്ടുള്ള ചില ലെവലുകളും അത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട നിലവിലുള്ള കോൺസെപ്റ്റുകളാണ്. മനുഷ്യന്റെ സോഷ്യൽ ആസ്പെക്ട് നമ്മൾ പിന്നെ ഇങ്ങനെ ഇന്റലിജൻസ്, ഈ ഒരു സാങ്കേതികമായിട്ടുള്ള അതിന്റെ ഒരു ടെർമിനോളജിയും മറ്റൊക്കെ റീസെന്റ് ആണെങ്കിലും അതിന്റെ മനുഷ്യന്റെ സോഷ്യൽ ഇന്റലിജൻസിന്റെയും ആ ഒരു സൊസൈറ്റിയിൽ എന്താണ് ഇൻവോൾവ്മെന്റിന്റെയും ഒക്കെ പ്രാധാന്യം പണ്ട് മുതലേ അല്ലെ, ഇറ്റ് വാസ് റിലവന്റ്, പണ്ട് മുതലേ അക്സെപ്റ്റഡ് ആണ്, അഡ്മിയർഡ് ആണ്, അക്നോളജ്ഡ് ആണ്. നമ്മൾ പതിയെ പറയാറുണ്ട്, ഹ്യൂമൻ ബീങ് ഈസ് സോഷ്യൽ ബീങ്, ഹ്യൂമൻ ബീങ് ഈസ് എ റാഷണൽ ബീങ്, ഹ്യൂമൻ ബീങ് ഈസ് എ സ്പിരിച്വൽ ബീങ്, ഹ്യൂമൻ ബീങ് ഈസ് എ സ്പീക്കിംഗ് ബീങ്. ഓക്കെ, ഇതൊക്കെ ദേ ആർ ഇന്റർകണക്റ്റഡ്, ദേ ആർ നോട്ട് കോൺട്രഡിക്ടറി, ഇന്റർകണക്റ്റഡ് ആണ്. പക്ഷേ I would ask, which one would you prefer the most, or which one would you agree with the most, or at least which one would you give the weightage more? ഒരു വെയിറ്റ് അല്ലെ, ഇതെല്ലാം
ഇന്റർ കണക്റ്റഡ് ആണ് എങ്കിൽ പോലും വെയിറ്റേജ് എന്തിനു കൊടുക്കുന്നു എന്നത് മാറ്റേഴ്സ്. വെയിറ്റേജ് ഹ്യൂമൻ ബീങ് സോഷ്യൽ ബീങ് എന്നുള്ളത് നമ്മൾ പൊതുവെ അല്ലെ, ഇതിൽ ഓരോരുത്തർക്കും ഉണ്ടാവും ചില അവരുടെ ഒരു പെർസെപ്ഷനിൽ ചില ഡിഫറെന്റ് ആയിട്ട് ഹ്യൂമൻ ബീങ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റാഷണൽ ബീങ് ആണ് അല്ലെ എന്നൊക്കെ, സ്പീക്കിംഗ് ബീങ് എന്നൊക്കെ പറയുന്ന അല്ലെ, നമ്മൾ സ്പീക്കേഴ്സ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്പീക്കിംഗ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നമ്മൾ പറയും ഹ്യൂമൻ ബീങ് ഇസ് എ സ്പീക്കിംഗ് ബീങ്, ദാറ്റ് ഈസ് വൈ ഹി ഈസ് എ സോഷ്യൽ ബീങ് എന്ന് പറയാറുണ്ട്. പക്ഷെ എനിവേ ഐ വുഡ് ട്രൈ ടു എംഫസൈസ് ഫോക്കസ് എന്താണ് ഇപ്പോൾ റീസെന്റ് ആയിട്ടുള്ള ന്യൂറോ സയൻസിന്റെ ഒരു പഠനങ്ങളൊക്കെ പറയുന്നത് വി ആർ വയേർഡ് ടു കണക്ട്. ദ വെരി ഡിസൈൻ ഓഫ് ഹ്യൂമൻ ബ്രെയിൻ മേക്സ് ഇറ്റ് സോഷ്യൽ എന്നതാണ് ലേറ്റസ്റ്റ് ന്യൂറോ സയൻസിന്റെ ഒരു ഫൈറ്റിങ്സ്. അതായത് നമ്മൾ എന്താണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെ സ്പീക്കിംഗ് സംസാരിക്കുന്നത് കൊണ്ട് എന്താ സോഷ്യലായി തീർന്നതല്ല, അല്ലെങ്കിൽ സോഷ്യലൈസേഷനിലൂടെ അല്ലെ സോഷ്യലൈസേഷനിലൂടെ ഒരു സോഷ്യൽ ബീങ് ആയി തീർന്നതാണോ മനുഷ്യൻ? അതല്ല, മനുഷ്യന്റെ ഡിസൈൻ, മനുഷ്യന്റെ കൺസ്ട്രക്ട്, ക്രിയേഷൻ തന്നെ പിന്നെ സോഷ്യലൈസ് ചെയ്യാവുന്നതാണോ എന്നതായിരുന്നു ആ ഒരു അന്വേഷണം. അപ്പൊ അതിലെന്താണ് വി ആർ വയേർഡ് ടു കണക്ട് മീൻസ് ഹ്യൂമൻ ബ്രെയിൻ ഈസ് വയേർഡ് ടു കണക്ട്. അപ്പം ഗെറ്റ് കണക്റ്റഡ് എന്നുള്ളത് മനുഷ്യന്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഹ്യൂമൻ ബ്രെയിനിന്റെ ഒരു ഇൻബിൽട്ട് ആയിട്ടുള്ള ക്വാളിറ്റി ആണെന്നും അതിൻ്റെ ഉള്ള ഒരു സിസ്റ്റം ഗെറ്റ് കണക്റ്റഡ് ഇറ്റ് മീൻസ് എന്ന് ജസ്റ്റ് കണക്ട് ചെയ്യാന്ന് മാത്രമല്ല ടു റീഡ് അതേഴ്സ്, നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻ, അവരുടെ എന്താണ് ഇന്നേറ്റ് തോട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കോണ്ടന്റ് എന്നതിനെ എല്ലാം മറിച്ച് ഹൗ ദാറ്റ് എഫക്ട് മീ അല്ലെ, അതാണല്ലോ അയാളുടെ എന്താണ് വാട്ട് ഈസ് ഹിസ് മൂവ്, നെക്സ്റ്റ് മൂവ്. നമ്മൾ ഒരാളുമായിട്ടുള്ള ഒരു കോൺഫ്രണ്ട് ചെയ്യുമ്പോൾ അല്ലെ, വെൻ വി മീറ്റ് സംബഡി എൽസ് ഓർ വെൻ വി കോൺഫ്രണ്ട് വിത്ത് സംബഡി, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ മാത്രമല്ല സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫൈറ്റിംഗ് മൂഡിലാണെങ്കിൽ ഏത് മൂഡിലാണെങ്കിലും മറ്റുള്ളവരുടെ ഒരു മൂവ്മെന്റ്, ഒരു മൂവ് അല്ലെങ്കിൽ ഇമോഷൻ, ഇന്റൻഷൻ, നമ്മൾ പറയില്ല ഇന്റൻഷൻ എന്താണ് എന്ന് സെൻസ് ചെയ്യാൻ, റീഡ് ചെയ്യാനുള്ള ചില സിസ്റ്റം നമ്മുടെ ബ്രെയിനിൽ തന്നെ ഉണ്ട് എന്നൊക്കെയാണ് വി ആർ വയേർഡ് ടു കണക്ട് എന്ന ഒരു കോൺസെപ്റ്റിലൂടെ ന്യൂറോ സയൻസുകളൊക്കെ പറയുന്നത്. അതിന്റെ ചില ഫാക്ടേഴ്സ് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല, ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് കൂടുതൽ നമ്മുടെ പഠനങ്ങളിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ഇന്റർപേഴ്സണൽ എസ്പെഷ്യലി വെൻ വി മീറ്റ് എന്ന ഓഡിയൻസ്, നമുക്ക് പെട്ടെന്ന് അവരുമായി റപ്പോർട്ട് ഉണ്ടാക്കുന്നതിനുള്ള ചില ടെക്നിക്കുകൾ, അല്ലെങ്കിൽ ചില ടെക്നിക്ക് എന്നല്ല, അത് മാനിപ്പുലേഷൻ അല്ല, ടെക്നിക്സോ സ്ട്രാറ്റജിയോ അല്ല, മറിച്ച് ദാറ്റ് ഈസ് സംതിങ് വി നീഡ് ടു ജെന്യുവൻലി ഡെവലപ്പ്. അതാണ് ഇതിന്റെ, അപ്പോഴേ അത് എന്താവുള്ളൂ, എഫക്റ്റീവ് ആവും, അതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുള്ളൂ. അതും ഇതിന്റെ ഭാഗമാണ്. കാരണം നമുക്ക് അല്ലെ ഏർലിയർ അങ്ങനെ ആയിരുന്നു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മാനേജ്മെന്റ് ഒക്കെ എന്താണ്, ഇറ്റ് വാസ് ട്രെയിനിങ് ടു മാനിപ്പുലേഷൻ. എങ്ങനെ നമുക്ക് അതേഴ്സിനെ നമ്മുടെ പെർഫെക്ഷൻ ഫീൽ ചെയ്യിപ്പിക്കാം, മറ്റുള്ളവരെ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു പെർഫെക്ഷനെയും അങ്ങനെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കാം എന്ന ഒരു മാനേജ്മെന്റ്, അങ്ങനെയുള്ള മാനേജ്മെന്റ് കൺസെപ്റ്റ്, ദാറ്റ് മാനേജ്മെന്റ് ഈസ് നോ മോർ നൗ. അങ്ങനെ പറയാം. ഇന്നിപ്പോ ജെന്യുവൻലി ഒതന്റിക് ആവുക, സിൻസിയർ ആവുക, ജെന്യുവൻ ആവുക ഇൻ അവർ ഇന്ററാക്ഷൻ. അപ്പം എന്നല്ലാതെ നമ്മൾ വെൻ വി ട്രൈ ടു മാനിപ്പുലേറ്റ് our audience or the other client has the ability or the tools to sense our insincerity. നമ്മുടെ ഇൻസിൻസിയറിറ്റി സെൻസ് ചെയ്യാനുള്ള, മനസ്സിലാക്കാനുള്ള ടൂൾസ് അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസം മറ്റേ നമ്മുടെ ഓഡിയൻസിൽ അത് ഈവൻ ഒരു ബ്ലൈൻഡ് ഓർ നമ്മൾ സാധാരണ മെന്റലി എന്താണ് ഫിറ്റ് അല്ലാത്ത ആളുകൾ എന്നൊക്കെ പറയുന്ന അവർക്ക് പോലും മറ്റൊരാളുടെ ഇമോഷൻ, അയാളുടെ ഒരു മൂവ്, ഇന്റൻഷൻ റീഡ് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ന്യൂറോ സയൻസിന്റെ ഫൈൻഡിങ്സ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്താണ് നമ്മുടെ ഓഡിയൻസിനെ പ്രസന്റ് മുമ്പിൽ ചെയ്യുമ്പോൾ വലിയ കൺസേണുകളാണ്. ഇത് മാത്രമല്ല, അതുപോലെ തന്നെ മിറർ വാസ, അതിൽ വൺ ഓഫ് ദ ഫൈൻഡിങ്സ് ആണ് മിറർ ന്യൂറോൺസ്. It is says that there are a lot of some particular neurons in our brain. They are called mirror neurons.
because they imitate the action as well as the emotion of other person. നമ്മളെപ്പോഴും വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മറ്റൊരാളോട് നമുക്ക് എമ്പതി ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ സപ്പോസ് when we see this picture, unconsciously our face also try to imitate that smile. അത് നമുക്ക് ഡെയിലി ലൈഫിൽ എപ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ എപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഹൂവർ മേ ബി അല്ലെ, നമ്മൾ ഒട്ടും അറിയാത്ത നമ്മുടെ ആരുമല്ലാത്ത, അതുപോലെ തന്നെ ഈവൻ കൾച്ചറലി പോലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളുകളിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു സ്മൈല് നമ്മൾ ഇമിറ്റേറ്റ്, അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അൺകോൺഷ്യസ്ലി വി ട്രൈ ടു ഇമിറ്റേറ്റ് ആൻഡ് മിമിക്. അത് മിമിക് അല്ല, നമ്മൾ അത് മിറർ ന്യൂറോൺസ്, നമ്മൾ ബോധപൂർവമല്ല, പെട്ടെന്ന് നമ്മൾ ഒരാൾ ചിരിക്കുമ്പോൾ സ്മൈൽ ബാക്ക്. ആ ഒരു അതെന്ത് സംഭവിക്കുന്നു, അത് അൺകോൺഷ്യസ്ലി സംഭവിക്കുന്നു. അവിടെ മിറർ ന്യൂറോൺസ് ആണ് അത് ആക്റ്റീവ് ആകുന്നത്. അപ്പൊ നമ്മൾ ചിരിക്കുമ്പം ആ ഒരു സ്മൈല് വെറും ഒരു ഫിസിക്കൽ ഒരു ആക്ഷൻ മാത്രമല്ല, അതിന്റെ എല്ലാ ഇമോഷനും നമ്മൾ എൻജോയ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ അല്ലെ അതിന്റെ ഹോർമോണുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള എല്ലാ ക്വാളിറ്റിയും എല്ലാ ഗുണങ്ങളും നമ്മളും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതാണ് അതുകൊണ്ട് അല്ലെ സ്മൈലുമായി ബന്ധപ്പെട്ട് ലോഫുമായി ബന്ധപ്പെട്ട് ഒരുപാട് സയൻസുകൾ അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അത് നമുക്ക് ഹെൽത്തിനെ എങ്ങനെയൊക്കെ, അതുപോലെ തന്നെ കണ്ടാജിയസ്, നമ്മൾ പലപ്പോഴും പറയാം കണ്ടാജിയസ്, പല ഇമോഷൻസും കണ്ടാജിയസ് ആണ്. ചിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ആളുകൾ അല്ലെ അതിന്റെ ചില വീഡിയോസ് ഒക്കെ കാണാൻ പറ്റുന്ന സമയം അതുകൊണ്ട് കണ്ടാജിയസ് സ്മൈലൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. നമ്മൾ മറ്റൊരാള് ചിരിക്കുമ്പോൾ എന്തിനാണ് ചിരിക്കുന്നത് നമുക്കറിയില്ലെങ്കിൽ പോലും ആ ഒരു സ്മൈല് കണ്ടാജിയസ് ആണ്. അതുപോലെ യോണിങ് നമ്മളെപ്പോഴും പലരും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. നമുക്ക് വേറൊരാള് എന്താണ് നമ്മൾ ആവിയിടുക എന്ന് പറയുന്നത് യോണിങ്, അത് കണ്ടാജിയസ്. എങ്ങനെയാണ്, നമ്മളപ്പുറത്ത് ഒരാള് തൊട്ടടുത്തുന്ന ഒരാള് പിന്നെ എന്താ അയാളുടെ ഒരു എക്സ്പ്രസ് ഇൻഡിഫറൻസോ പലപ്പോഴും ടയേർഡ് ആവുമ്പോഴും അതുപോലെ തന്നെ വേണ്ടത്ര നമ്മുടെ എന്താണ് നമ്മൾ ബോറടിക്കുമ്പോഴൊക്കെയാണ് ആ ഒരു യോനി ആവിട എന്ന് പറയുന്നത്. അതെ, അതെങ്ങനെ കണ്ടാജിയസ് ആണ്. ഒരാൾ അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരാൾക്കും അത് സ്പ്രെഡ് ആകും. അപ്പൊ ഇങ്ങനെ കണ്ടാജിയസ് ആകുന്ന ഇതൊന്നും നമ്മൾ അപ്പൊ ഇതിനൊക്കെയുള്ള മിറർ ന്യൂറോൺസ് ആണ് ഇതിന്റെയൊക്കെ ഓപ്പറേഷൻ, ഇതിനൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നു. നോക്കും അല്ലെ, ഈ ഒരു ഫേസ് വരുമ്പം അതുപോലെ നമ്മുടെ ഫേസും അതുപോലെ എന്താവുന്നുണ്ട്, അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു നമ്മൾക്കും വരും. അതാണ് നമ്മൾ പ്രസൻസ്. അപ്പം ഹൗ ദാറ്റ് എഫക്ട് ഇൻ അവർ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഓഡിയൻസിന് പ്രസന്റ് ചെയ്യുന്നത്, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് വളരെ എന്താണ് അല്ലെ ഐറ്റം ആണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഓഡിയൻസും ആ ഒരു റെസ്പോൺസ് ആയിരിക്കും, അങ്ങനെയായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അതേസമയം നമ്മൾ വളരെ അല്ലെ ഒരു ഫ്രാങ്ക് ആയിട്ട് വളരെ ഓപ്പൺ ആയിട്ട് അതുപോലെ തന്നെ ഒരു നല്ല സ്മൈലോട് കൂടി അപ്രോച്ച് ചെയ്യുമ്പോൾ ഓഡിയൻസിന്റെയും മൈൻഡ് സെറ്റ്, അവിടെ ഒരു ഫേസ് സെറ്റ് മാത്രമല്ല, ആ മൈൻഡ് സെറ്റ് ഉൾപ്പെടെ നമ്മൾ ആ ഒരു റാപ്പോർട്ട് കണക്ഷൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ അമിഗ്ഡാല, ഹ്യൂമൻ ബ്രെയിനിലെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഭാഗം. ചെറിയ ഒരു ആൽമണ്ട് ഷേപ്പിലുള്ള നമ്മുടെ ലിംബിക് ബ്രെയിൻ. ഹ്യൂമൻ ബ്രെയിനിനെ കുറിച്ച് പറയുമ്പം നമ്മൾ ഫ്രണ്ടൽ കോർട്ടക്സ്, അതുപോലെ ലിംബിക് ബ്രെയിൻ, നമ്മൾ ബേസ് ബ്രെയിൻ, അതുപോലെ മിഡിൽ ബ്രെയിനും ചേർന്നാണ് ലിംബിക് ബ്രെയിൻ എന്ന് പറയുന്നത്. അവിടെയുള്ള ഒരു വളരെ ചെറിയ ഒരു ഭാഗമാണ് അമിഗ്ഡാല എന്നാണ് അതിനെ ന്യൂറോ സയൻസിൽ വിളിക്കുന്നത്. അമിഗ്ഡാല അത് നമ്മുടെ ബ്രെയിനിലെ ഒരു റഡാർ സിസ്റ്റം ആണ്. റഡാർ സിസ്റ്റം, ഇറ്റ് ക്യാൻ സെൻസ് ദ മോഷൻ. അതാണ് നമ്മൾ എപ്പോഴും നമ്മൾ ഉണ്ടാവും എന്താണ് ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ് മോഡ്. എപ്പോഴും നമ്മൾ മറ്റൊരാളുമായിട്ട് ഇന്ററാക്ട്, മറ്റൊരാൾ മീൻസ് ഒരു നമുക്ക് അൺനോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഫെമിലിയർ അല്ലാത്ത ഒരു സസ്പീഷ്യസ് അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ഒരാളെ കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ അല്ലെ വെദർ ഹീസ് അപ്രോച്ചബിൾ, ആ ഒരു ഡൗട്ട്
ഡെവലപ്പ് ചെയ്യും. അറിയുന്ന ഒരാളാകുമ്പോൾ എന്താണ്, അത് ബ്രെയിൻ ന്യൂറോൺ ഓൾറെഡി അതവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അവിടെ അതിന്റെ പിന്നെ പാത്തുകൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അറിയാത്ത ഒരാളെ നമ്മൾ കാണുമ്പോൾ അമിഗ്ഡാല അല്ലെ, അമിഗ്ഡാലയാണ് ആ റഡാർ സിസ്റ്റം, അതാണ് പെട്ടെന്ന് ആക്റ്റീവ് ആവുകയും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതെന്താണ്, 3 മോഡലാണ്. വെദർ ദാറ്റ് പേഴ്സൺ ഈസ് അപ്രോച്ചബിൾ, അല്ലെങ്കിൽ എന്താണ് അല്ല, നമുക്കെന്താണ് അതാണ് ഫൈറ്റ്, ഫ്ലൈറ്റ്, ഫ്രീസ് എന്ന മോഡ് ഒക്കെ പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ഡെയിലി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ആ ഒരു റീഡിങ്ങും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അയാളുടെ പിന്നെ അയാളുടെ ആ ഒരു അപ്പിയർ, നമുക്ക് ആ ഒരു ഫീലിംഗ് അറ്റ് എ ഗ്ലാൻസ് ഇറ്റ് സെൽഫ്, അത് അതിന്റെ ഒരു ജഡ്ജ്മെന്റ് നമ്മുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അവിടെയാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഒക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഹ്യൂമൻ ബീൻ ഈസ് എ റേഷണൽ ബീൻ എന്ന് ചിലരെങ്കിലും പറയും, റേഷണൽ ബീൻ ആണ് നമ്മൾ, അല്ലെങ്കിൽ ഞാൻ റേഷണൽ ആണ്, റീസൺ അല്ലേ. നമ്മളെപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ഞാൻ വളരെ ലോജിക്കലി, ഞാൻ വളരെ ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടൊക്കെയാണ് ഡിസിഷൻ എടുക്കുക എന്ന് പറയുമെങ്കിൽ പോലും മറ്റൊരു സയന്റിസ്റ്റ് പറഞ്ഞതാണ്, ഹ്യൂമൻ ബീൻ ഈസ് നോട്ട് എ റേഷണൽ ബീൻ, ഈസ് എ റേഷണലൈസിങ് ബീൻ. മനുഷ്യൻ ഒരിക്കലും ഒരു റേഷണൽ ബീൻ അല്ല, മനുഷ്യ റേഷണലൈസിങ് ബീൻ. നമ്മൾ എന്താണ്, റേഷണലൈസ് ചെയ്യലാണ്. നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ, നമ്മുടെ ഫസ്റ്റ് ജഡ്ജ്മെന്റ്, അൺകോൺഷ്യസ് ജഡ്ജ്മെന്റ്, നമ്മൾ ഏതൊരു വിഷയത്തിലും നമുക്ക് വരുന്ന ആ ജഡ്ജ്മെന്റ് എടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞ മിറർ ന്യൂറോൺ, അമിഗ്ഡാല, ഇതൊക്കെ നമ്മുടെ മറ്റേ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ല, നോൺ വെർബൽ. നമ്മൾ ലോജിക്കലി നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. നമ്മുടെ വാക്കുകൾ, അതുപോലെ തന്നെ കോണ്ടന്റ്, അതിന്റെ വെർബൽ അതിനേക്കാൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ, നോൺ വെർബൽ അപ്പിയറൻസിലൂടെയാണ് നമ്മൾ ജഡ്ജ്മെന്റിന്റെ വലിയൊരു ഘടകവും ജഡ്ജ്മെന്റ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പം നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് നമ്മൾ പറയുന്ന സംഗതി, ഫസ്റ്റ് ഇംപ്രഷൻ എപ്പോഴും ബെസ്റ്റ് ഇംപ്രഷൻ. ആ ഫസ്റ്റ് ഇംപ്രഷനെ പിന്നെ ജസ്റ്റിഫൈ ചെയ്യാനുള്ള ലോജിക്കാണ് പിന്നെ നമ്മൾ ബ്രെയിൻ വർക്ക്ഔട്ട് ചെയ്യുക. നമ്മളൊരാളുടെ ഇപ്പം പ്രസന്റേഷൻ ആണെങ്കിൽ തന്നെ, ഒരു സ്പീച്ചിനെ കുറിച്ചാണെങ്കിൽ ഒരാളുടെ അപ്പിയറൻസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, വിലയിരുത്തും അല്ലെ. ഇപ്പൊ നിങ്ങൾ എൻ്റെ ഒരു അപ്പിയറൻസിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പിയറൻസ് ജസ്റ്റ് ബോഡി അപ്പിയറൻസ് മാത്രമല്ല, നമ്മുടെ സ്റ്റാർട്ടിങ് അല്ലെ, നമ്മുടെ ഒരു പ്രസന്റേഷന്റെ സ്റ്റാർട്ടിങ്, അതിന്റെ ഒരു ബിൽഡപ്പ്, അവിടെ തന്നെ നമ്മൾ അതിനെ ഒരു ജഡ്ജ്മെന്റ് നടത്തി, ഇനി ഞാൻ ഇതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്നതിനെ കുറിച്ചൊക്കെ നമ്മളൊരു മാർക്ക് നമ്മുടെ ഇടുമെന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ അത് എന്റെ മാർക്കിനെ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് നമ്മൾ അതിനെ ഒബ്സർവ് ചെയ്യുക, പിന്നീട് അങ്ങോട്ട് റീഡ് ചെയ്യുക, അതിനെ കേൾക്കുകയൊക്കെ ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഹ്യൂമൻ ബീങ് ഈസ് നോട്ട് എ റേഷണൽ ബീങ്, ഇറ്റ്സ് എ റേഷണലൈസിങ് ബീങ്. നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻ പറയാനുണ്ട്. നമ്മൾ എപ്പോഴും പിന്നെ അതുപോലെ സ്പീക്കറും അതുപോലെ ട്രെയിനറൊക്കെ ആകുമ്പോൾ ഹൗ ഡു വി അപ്രോച്ച് ദ ഓഡിയൻസ്. അപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ മാറ്റേഴ്സ്. ചില ആളുകൾ അത് കെയർ ചെയ്യാത്തവരുണ്ട്. അതെന്ത് കാണും, എന്താണ് മൈ കോണ്ടന്റ് ഈസ് കിങ് എന്ന് പറഞ്ഞ പോലെ, നമുക്ക് എന്താണ് റിച്ച് ആയിട്ടുള്ള കോണ്ടന്റ് ഉണ്ട്, അതുകൊണ്ട് അതാണ് ഞാൻ അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, മറ്റൊന്നും ഡസൻ മാറ്റർ എന്ന് പറയുമെങ്കിൽ പോലും ഓഡിയൻസിന് നമ്മളുടെ പ്രസന്റേഷനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി റിസീവ് ചെയ്യണമെങ്കിൽ ദിസ് അപ്പിയറൻസ് ആൾസോ മാറ്റേഴ്സ്. അപ്പിയറൻസ്, അതുപോലെ ഓപ്പണിംഗ്, നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് ആണ് എപ്പോഴും ഓഡിയൻസ് നമ്മുടെ ഒരു റെസ്റ്റ് ഓഫ് ദ പാട്ടിനെ കൂടി ജഡ്ജ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതിലേക്ക് എത്തുക. അപ്പൊ ഓപ്പണിംഗ് എങ്ങനെയായിരിക്കണം, പേഴ്സണൽ കണക്ഷൻ, ഓഡിയൻസുമായിട്ടുള്ള ഒരു റാപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് അതിന് ഈ പറഞ്ഞ പോലെ ടൂൾസ് ഒക്കെ ഉപയോഗിക്കും. അതായത് ഈ ഓഡിയൻസിന്റെ ഒരു ഇമോഷൻ എന്താണോ, അവരുടെ ഇമോഷനെ നമുക്ക് ഇമിറ്റേറ്റ്, നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ പറ്റിയാൽ, അതിനെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റിയാൽ, അതിനെ മിറർ ചെയ്യാം. ഓഡിയൻസ് റിലാക്സ് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉള്ള ഒരു ഓഡിയൻസ് ആണെങ്കിൽ അവരുടെ ആ ഒരു സിംപ്ലിസിറ്റിയും ആ ഒരു റിലാക്സ്, അതുപോലെ തന്നെ ആ ഒരു ഹാപ്പി മൂഡിൽ ഏത് മൂഡാണോ ആ ഒരു മൂഡിനെ തന്നെ നമ്മുടെ ഫേസിലും ആ ഒരു ഫീലിംഗ്, ആ ഒരു എക്സ്പ്രഷൻ കൊണ്ടുവന്നാൽ ദ റെക്കോർഡ് വിൽ ബി വെരി ഈസി. അതല്ല നമ്മൾ വേറൊരു ലെവലാണെങ്കിൽ, അല്ലെങ്കിൽ പ്രസന്റർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റർ വേറെ ലെവലാണെങ്കിൽ, ദിസ് ഈസ് അപ്ലിക്കബിൾ ടു അവർ ഓൾ ഇന്ററാക്ഷൻസ്. ഒരു സ്പീക്കിംഗ് അല്ലെങ്കിൽ സ്പീക്കിംഗ്
ട്രെയിനിങ് എന്നുള്ള ആസ്പെക്റ്റിലോ ആ ഒരു കോണ്ടെക്സ്റ്റിലോ മാത്രമല്ല, ഇൻ എവറി ഇന്ററാക്ഷൻസ് വി കോൺഫ്രണ്ട് വിത്ത് നമ്മൾ ഏത് നമ്മുടെ പേഴ്സണൽ, ഫാമിലി, അതുപോലെ സോഷ്യൽ, ഫ്രണ്ട്ലി എല്ലാ സർക്കിളിലും ഇതുപോലുള്ള ഇത് അപ്ലൈ ചെയ്യാവുന്ന വളരെ നല്ല ഒരു പിന്നെ ഇതാണ് പേഴ്സണൽ കണക്ഷൻ. ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ് എപ്പോഴും വളരെ പിന്നെ മെയിൻ ആണ്. നമ്മൾ സംസാരിക്കുമ്പോഴുള്ള നമ്മുടെ എക്സ്പ്രഷൻസ് ആണ് നമ്മുടെ അതിൻ്റെ ഒരു ട്യൂൺ അല്ലേ, നമ്മുടെ വാക്കുകളല്ലല്ലോ, ആ വാക്കുകളുടെ ഓരോ വാക്കിൻ്റെയും നമ്മൾ എംഫസൈസും അതിൻ്റെ ട്യൂണുമാണ് അതിൻ്റെ മെസ്സേജ് ശരിക്കും അതിൻ്റെ ഇമോഷനും മെസ്സേജുകളും കൺവേ ചെയ്യുന്നത്. ആക്റ്റീവ് ലിസണിങ് എന്നുള്ളത് എപ്പോഴും സ്പീക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ഷുഡ് ബി ലിസണേഴ്സ് ആസ് വെൽ അല്ലെ. ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന്റെ മൂഡ് ചേഞ്ച് ചെയ്യുന്നത് ആ ഓഡിയൻസിന്റെ ഇമോഷൻസ്, അവരുടെ റെസ്പോൺസ് നമുക്ക് വെർബലി കിട്ടണമെന്നില്ല. ഫേസിലൂടെ, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ വി ക്യാൻ റീഡ് ദെയർ റെസ്പോൺസ്, ദെയർ ഇൻട്രസ്റ്റ്, അല്ലേ, ഇതൊക്കെ റീഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് റീഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ലിസണിങ് എന്നുള്ളത് എപ്പോഴും നമ്മുടെ ഒരു കോണ്ടന്റ് അല്ലെങ്കിൽ നമ്മുടെ യു ആർ ലിസൺ നോട്ട് വെൻ യു ആർട്ടിക്കുലേറ്റ് യുവർ വേർഡ്സ് വെരി നമ്മുടെ കോണ്ടന്റ് നമ്മൾ മനോഹരമായി പ്രസന്റ് ചെയ്യുമ്പോഴല്ല, നമ്മളെ ലിസൺ ചെയ്യുക, നമ്മൾ മറ്റുള്ളവരെ, നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിനെ when they realize that their situation has been understood അല്ലെ, അവരുടെ സിറ്റുവേഷൻ ഒരു പ്രസന്റർ, ഒരു സ്പീക്കർ അല്ലെങ്കിൽ ട്രെയിനർ മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നു എന്ന് when they feel that, അപ്പോഴാണ് they can listen to us എന്നാണ്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് അവർക്ക് കേൾക്കാൻ സാധിക്കുക. സോഷ്യോളജി പഠിച്ചവർക്ക് സോഷ്യൽ സൈക്കോളജിയിലുള്ള ഒരു തിയറി ഇവിടെ എപ്പോഴും മനസ്സിലാക്കാവുന്നത് ഐ എം നോട്ട് ബട്ട് ഓർ ടൈം ഈസ് സമൺ. അതുപോലെ തന്നെ ആക്റ്റീവ് എൻഗേജ്മെന്റ്. ഓക്കെ, ദീസ് ആർ ദ വേസ് വി can connect with, we can try to improve our first impression as well as develop a rapport with our audience. ഹ്യൂമർ സ്റ്റോറി ഒക്കെ അതൊക്കെ സാധാരണ പറയുന്നതാണ്. എനിവേ റെസിപ്പി, അപ്പൊ ഇതിനൊക്കെയുള്ള പരിഹാരം എന്താണ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. മൈൻഡ്ഫുൾനെസ്, ബി മൈൻഡ്ഫുൾ ഇൻ എവറി ഇന്ററാക്ഷൻസ് വി കൺഫ്രണ്ട്. മൈൻഡ്ഫുൾനെസ് നമ്മൾ പറയുന്ന എത്രയും മൈൻഡ്ഫുൾനെസ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ ഗീവ് അറ്റൻഷൻ, പേ അറ്റൻഷൻ ടു ദ അതർ പേഴ്സൺ ഹൂവർ മേ ബി. നമ്മുടെ പ്രസൻസ് അല്ലേ, ബി പ്രസന്റ് എന്ന് പറഞ്ഞാൽ ബോഡി ഫിസിക്കലി പ്രസന്റ് അല്ലല്ലോ, മെന്റലി, ഇമോഷണലി അല്ലെ, എല്ലാ ആസ്പെക്റ്റിലും നമ്മൾ പ്രസന്റ് ആയിരിക്കുക. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന ആളുമായിട്ട് അവരുടെ സിറ്റുവേഷൻ, അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കുക, ലിസൺ. അതുപോലെ മിററിങ് ആൻഡ് സിങ്ക്രണിങ്. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഇമോഷനെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ, നമ്മുടെ ബോഡി ലാംഗ്വേജിലും കൊണ്ടുവരാൻ പറ്റിയാൽ they will trust us. അതാണ്, ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യപ്പെടും. അവർ ട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്യും. ആ റാപ്പോർട്ട് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യും. അവിടെ മറ്റേ പേഴ്സണിലും ലോജിക്കല്ല വർക്ക് ചെയ്യുന്നത്. അവരുടെ മിറർ ഹോർമോൺ ആ ഒരു റാപ്പോർട്ട് ആ ഒരു ഓട്ടോമാറ്റിക് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യും. അതുപോലെ നോൺ വെർബൽ ബോഡി ലാംഗ്വേജ്, നോൺ വെർബൽ ക്യൂസ് ഒക്കെ ഏറ്റവും ഇംപ്രസീവായി ഇമ്പാക്ട്ഫുൾ ആകുന്ന. ദെൻ ഫൈനലി ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഒതന്റിക്, ജെന്യുവൻ. അത് തന്നെയാണ്. ഇതൊന്നും നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂല. നമ്മൾ എന്തിനും അല്ലെ ഒതന്റിക് ആവുക, ജെന്യുവൻ ആവുക, സിൻസിയർ ആവുക എന്നതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ കോണ്ടന്റ്. നമ്മൾ ഒരു സ്പീക്കർ, ട്രെയിനറെ സംബന്ധിച്ചിടത്തോളം കോണ്ടന്റ് മാറ്റേഴ്സ് അല്ലെ. നമ്മൾ മറ്റുള്ളവരുടെ ടൈമിന് വില കൽപ്പിക്കുന്നെങ്കിൽ കൊണ്ട് നമുക്കൊരു നല്ല ഒരു റിച്ച് കോണ്ടന്റ് പ്രസന്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് തന്നെയാണ്. അപ്പോഴാണ് നമ്മൾ അതുമായിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി അതിനെ ടേക്ക് ചെയ്യേണ്ടത്. അതുപോലെ നോ ഈഗോ, നോ പെർഫോമൻസ് അല്ലെ. പെർഫോം ചെയ്യുക എന്ന ഒരു ഇന്റൻഷനോട് കൂടി അല്ല നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. പിന്നെ പെർഫോമൻസ് മോട്ടീവോട് കൂടി വരുന്ന ഒരാൾക്ക് ഹി കനോട്ട് ഇൻസ്പയർ ദ ഓഡിയൻസ്, ഇൻസ്പയർ ചെയ്യാൻ പറ്റില്ല. മറിച്ച് അതുകൊണ്ട് പെർഫോമൻസ് അല്ല, അതുപോലെ തന്നെ ഈഗോ പ്രസന്റേഷൻ അല്ല. നമ്മൾ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുന്ന, അവർക്ക് ബെനിഫിറ്റ് ആവുന്ന ഒരു കോണ്ടന്റ് പ്രസന്റ് ചെയ്യുന്നു
എന്ന ഒരു സിൻസിയർ അപ്രോച്ചോട് കൂടി ഓക്കെ അവർ ടൈം ഈസ് ഓവർ. താങ്ക് യു ഫോർ taking out your time. Thank you so much. Okay, let me conclude this. Thanks a lot.